എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കാർഡ്സ് റൂം ആയിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ സോൾജിയേഴ്സ് എല്ലാവരും കാർഡ്സ് ഒക്കെ കളിച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അവരിപ്പോൾ ആ ലെവലിന്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യായിരിക്കും. അപ്പോഴായിരിക്കും ഏതോ ഒരുത്തിന് അവിടേക്ക് വന്ന് പറയാ, വാർഡൻ ഇവിടേക്ക് വരുന്നുണ്ട്. ആ ചുന്ദരി ഹാൻകോക്ക് അവൾക്ക് നമ്മുടെ ഈ സെല്ലുകളെ കുറിച്ചെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട്. മാത്രമല്ല, പ്രിൻസസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കാണേണ്ടത് ആ മെയിൻ പൈററ്റ് എയ്സിനെയാണ്. അത് കേട്ട് ഒരു സെക്കൻഡ് ആ സോൾജിയേഴ്സ് കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ അവർ കൂടുതലൊന്നും ആലോചിക്കാതെ പ്രിൻസസിനെ അവിടേക്ക് ക്ഷണിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. ആ സെക്യൂരിറ്റി ഗാർഡ്സ് ആ ഫ്ലോർ മുഴുവൻ ചെക്ക് ചെയ്യും. അപ്പോഴായിരിക്കും വലിയൊരു ആയുധം എടുത്ത് ഒരു സെക്യൂരിറ്റി ആനിമൽ അത് അവിടെയുള്ള ആരെയോ തല്ലി കൊല്ലുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ എയ്സിനെ കാണിക്കും. അവരെയാണെങ്കിൽ ഒരുപാട് ചെയിനൊക്കെ വെച്ച് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അവന്റെ ഓപ്പോസിറ്റ് മറ്റൊരു ജയന്റ് ആയിട്ടുള്ള ആളുകൂടെ ഉണ്ട്. അവനെയും എയ്സിനെ പോലെ തന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ജയന്റ് പറയും, ആക്ച്വലി എനിക്കും വാർലോഡ്സ് പോസ്റ്റ് തന്നതാണ്, ഞാനത് വേണ്ട എന്ന് തീർത്തു പറഞ്ഞു. എന്റെ ഇപ്പോഴത്തെ ഒരേ ഒരു ആവശ്യം അത് ആ വാർ തടയുക എന്നത് മാത്രമാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ബീസ്റ്റ് ബേർഡ് അതാണെങ്കിൽ ഇപ്പൊ ചത്തു മലച്ച് കിടക്കാണ്. ആ സെക്യൂരിറ്റി ഗാർഡ്സ് ആണെങ്കിൽ അതുകൊണ്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. കാരണം ആ ലെവലിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ബേർഡ് ആയിരുന്നു അത്. അതിനെയാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാർ മലത്തി അടിച്ചിരിക്കുന്നത്. ഇതാ ഇവിടെ നമ്മുടെ 3 ആൾക്കാരെ കാണിക്കും. അവര് 3 പേരും ഇപ്പൊ എന്തോ ഒന്നിനെ കണ്ട് പേടിച്ച് ഉഷാറായിട്ട് ഓടുകയാണ്. സെക്യൂരിറ്റി റൂമിലെ ആൾക്കാർക്ക് ഇപ്പൊ ഡബിൾ ഷോക്ക്. ഇത്രയും നേരവും 2 പേരെയാണ് അവർ ക്യാമറയിൽ കണ്ടത്. ഇപ്പൊ അത് 3 ആയിരിക്കുന്നു. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാരുടെ തൊട്ടു പുറകിലുള്ള സാധനങ്ങളെ അവറ്റകളെ കാണിക്കുക. ഒരുപാട് മോൺസ്റ്റേഴ്സ് അവറ്റകളൊക്കെ കണ്ടാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാർ 3 പേരും ഉഷാറായിട്ട് ചാടി ഓടുക. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ ഓടാതിരുന്ന അവറ്റകൾ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യും. ഓടിക്കൊണ്ടേ ഇരുന്നാല് ക്യാമറയില് നേവി ഒഫീഷ്യൽസ് മുഴുവൻ നമ്മുടെ ആൾക്കാരെ കാണും. സോ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. ഒരുപാട് ദൂരം ഓടിയതുകൊണ്ട് തന്നെ നമ്മുടെ ആശാന്മാര് 3 പേരും ഇപ്പൊ ടയർഡാവും. ഉടനെ ലൂഫിയുടെ ക്ഷമ നശിച്ച് അവൻ തിരിഞ്ഞു നിന്ന് അറ്റാക്ക് തുടങ്ങും. അത് കണ്ട് ബഗ്ഗിയും നമ്പർ 3യും അവരും ഇപ്പൊ തിരിഞ്ഞു നിന്ന് അവറ്റകളെ അറ്റാക്ക് ചെയ്യാണ്. അവരെത്രത്തോളം അറ്റാക്ക് ചെയ്തിട്ടും അവരെ പൂർണ്ണമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് തടയാൻ കഴിയില്ല. അവർ വീണ്ടും വീണ്ടും ഇപ്പൊ മുൻപിലേക്ക് തന്നെ കൊതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ വഴിയില്ലാതെ ഇപ്പൊ നമ്മുടെ ആൾക്കാർ വീണ്ടും അവരുടെ ഓട്ടം ആരംഭിക്കും. അപ്പോഴായിരിക്കും ഒരു ഭാഗത്ത് ആരോ നടക്കുന്ന ശബ്ദം അവറ്റകൾ കേൾക്കുക. ഉടനെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ പാഞ്ഞു പോവും. ആ ശബ്ദം കേട്ടത് അത് മറ്റൊന്നുമല്ല, ബഗ്ഗി അവന്റെ കാല് അത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയതാണ്. അവര് രക്ഷപ്പെട്ടു എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ ജയന്റ് ആനിമൽസ് അവറ്റകൾ വീണ്ടും കാര്യം മനസ്സിലാക്കി നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വരിക. ആ മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രിസണേഴ്സിനെ പോലെ സംസാരിക്കാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ എവിടെയും ഒരാളെ പോലും കാണാനുണ്ടാവില്ല. അപ്പം നമ്പർ 3 പറയും, ഇനി നോക്കരുത്, അത് അവറ്റകളാണ്. നമ്മളെ ഡൈവേർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യിക്കാനും അറ്റാക്ക് ചെയ്യാനുമാണ് അങ്ങനെയൊക്കെ അവറ്റകൾ ശബ്ദം ഉണ്ടാക്കുന്നത്. ഉടനെ ലൂഫി ആണെങ്കിൽ വീണ്ടും അവന്റെ പ്ലാനും അവൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്പർ 3യോട് പറയും. നമ്പർ 3 ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. എയ്സ് ലൂഫിയുടെ ബ്രദറാണെന്ന് അവന് വിശ്വസിക്കാനാവില്ല. നമ്പർ 3 ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇപ്പൊ തന്നെ രക്ഷപ്പെടാൻ പോവാണെന്ന് പറഞ്ഞ് അവനിപ്പോ മുകളിലേക്ക് കയറി ഓടും. അത് കണ്ട ലൂഫി അവനെ പിടിച്ചു വലിച്ച് അവനോട് പറയും, രക്ഷപ്പെട്ടു പോകുന്നൊക്കെ നിന്റെ ഇഷ്ടം, അതിനു മുൻപായിട്ട് എനിക്ക് താഴേക്ക് പോകാനുള്ള സ്റ്റെപ്പ് അതെവിടെയാണെന്ന് നീ പറഞ്ഞു തരണം. നമ്പർ 3 ആണെങ്കിൽ അപ്പൊ മറ്റൊരു വളഞ്ഞ വഴി അത് ഉപയോഗിക്കും. അതായത് ഒരു മോൺസ്റ്റർ ലയൺ അതിന്റെ മുൻപിലേക്ക് നമ്മുടെ 2 ആൾക്കാരെ എറിഞ്ഞു കൊടുത്ത് അവൻ രക്ഷപ്പെടാം എന്നൊരു ഐഡിയ മനസ്സിൽ ആലോചിക്കും. അവരോടി ഓടി ലെവൽ 2 സ്റ്റെപ്സിന് കാവൽ നിൽക്കുന്ന ആ ജയന്റ് ലയൺ അതിന്റെ മുൻപിൽ പോയിട്ട് നിൽക്കുകയാണ്. അതാണെങ്കിൽ നൈസായിട്ട് നമ്മുടെ ആൾക്കാർ തിരിഞ്ഞു നോക്കും. അതടുത്ത സെക്കൻഡ് അതിന്റെ കൈ നീട്ടി ഒരൊറ്റ അടി. ലൂഫി ഓടിക്കോ എന്ന് നിലവിളിച്ച് ബഗ്ഗി മുന്നിലോടും. തൊട്ടു പിന്നാലെ നമ്പർ 3യും ലൂഫിയും അവരങ്ങനെ ജീവനും കയ്യിലെടുത്ത് ചാടി ഓടും. അവരുടെ തൊട്ടു പിന്നാലെ ആ ലയൺ അത് ഫുൾ കലിപ്പില് അങ്ങനെ ചേസ് ചെയ്ത് വരാണ്. ലൂഫി ബുദ്ധിപരമായിട്ട് അതിന്റെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ മറ്റൊരു സൈഡില് ബഗ്ഗിയും നമ്പർ 3യും അവർ രണ്ടുപേരും ഇപ്പൊ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യാണ്. അവർക്കാണെങ്കിൽ ലൂഫിയുടെ കൂടെ പോവാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അവരാണെങ്കിൽ ഇപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചില പ്ലാനുകളൊക്കെ അങ്ങനെ പരസ്പരം ഡിസ്കസ് ചെയ്യും. ഇവിടെ ലൂഫി ആണെങ്കിൽ അതിന്റെ ബോഡിയിൽ പിടിച്ച് വലിച്ച് അതിന്റെ തലയുടെ മുകളിലേക്ക് കയറും. അതിനുശേഷം ബസൂക്ക എന്ന് നിലവിളിച്ച് 2 കൈയും ചുരുട്ടി അതിന്റെ തലയിൽ ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയില് അതിന്റെ തല
തറയിൽ വന്ന് അടിക്കും. വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും അതിപ്പോ കിടന്ന് പൊളയാൻ തുടങ്ങും. തലയൊക്കെ ഇട്ട് ആട്ടി അത് ലൂഫിയെ താഴെ ഇടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ അതിന്റെ മുടിയിലൊക്കെ പിടിച്ച് വീഴാതെ അങ്ങനെ ഇരിക്കുകയാണ്. ബഗ്ഗിക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പിടികിട്ടും ആ ലയൺ അതിപ്പോ ഫുൾ കലിപ്പിലാണെന്ന്. അവൻ ഓടി ആ ചുമരിലൊക്കെ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. അതേസമയം ലയൺ ആണെങ്കിൽ ഇപ്പോ നമ്പർ 3യെ ആഞ്ഞടിക്കും. ലൂഫി ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അവൻ താഴേക്ക് നോക്കും. അത് നമ്പർ 3 അല്ല, മറിച്ച് അതിന്റെ വെറും ഒരു മെഴുകു പ്രതിമയാണ്. നമ്പർ 3 ആണെങ്കിൽ ഇപ്പൊ ലയണിനെ വെല്ലുവിളിക്കാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് അവനിപ്പോ ഒരുപാട് മെഴുകു പ്രതിമകൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലയൺ ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവും. അതിപ്പോ ഓരോരോ പ്രതിമകളായിട്ട് തകർക്കാൻ തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര ആവേശം. എന്നാൽ ലയണിനെ സപ്പോർട്ട് ചെയ്യാണ്. അതല്ല, അപ്പുറത്തുള്ളതാണ്, അത് നശിപ്പിക്ക്, ഇത് പൊട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ് അതിന് ചെയർ ചെയ്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്യും. ബഗ്ഗിയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്തിരിക്കും. ആ സിംഹത്തിനാണെങ്കിൽ ഇപ്പൊ ആ ഗെയിം അത് കുറച്ച് ഇഷ്ടമാവും. അതാണെങ്കിൽ വീണ്ടും വീണ്ടും ആവേശത്തില് ഓരോന്ന് തല്ലി പൊട്ടിക്കുകയാണ്. അപ്പൻ നമ്പർ 3 അവനാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്യും. ആ സമയത്ത് ഈ ഒരു ഗ്യാപ്പ് അത് മുതലെടുത്ത് രക്ഷപ്പെടാൻ അവൻ തയ്യാറാവും. ബാക്കിയുള്ള ജയിൽ പുള്ളികളാണെങ്കിൽ അതൊക്കെ കണ്ട് വണ്ടടിച്ച് നോക്കും. നമ്പർ 3 ആണെങ്കിൽ അടുത്തുള്ള ഒരു സെല്ല് നോക്കി ഉഷാറായിട്ട് ഓടും. അവൻ ഫാക്സ് വെച്ച് ആ സെല്ല് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കീ ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അതേസമയം ഇവിടെ ഓരോ ലെവലിലുള്ള പോലീസ് ഓഫീസേഴ്സിന് അവർക്കാണെങ്കിൽ ഇപ്പൊ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ലയൺ ആണെങ്കിൽ തറയിൽ ആഞ്ഞിടിച്ചിടിച്ച് ആ തറ തകർന്ന് അതിന്റെ പകുതി ബോഡി അത് അകത്തേക്ക് പോകും. അടുത്ത നിമിഷം ആ ഫ്ലോർ മുഴുവൻ തകർന്ന് അവരെല്ലാവരും ലെവൽ 3യിലേക്ക് വീഴുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ വീണ്ടും എയ്സ് ഇരിക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കും. അവിടെ ആ ജയന്റ് പറയും, ഗവൺമെന്റ് എന്നെ പൈററ്റുകളെ വെറുക്കുന്ന മറ്റൊരു പൈററ്റായിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വാർലോഡ്സ് പദവി അതുപോലും അവരെനിക്ക് ഓഫർ ചെയ്തത്. ഞാൻ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് ബിയർഡിന്റെ കപ്പലിന്റെ അടിയിലേക്ക് എപ്പോഴും വരുമായിരുന്നു. എനിക്ക് ആക്ച്വലി ആ ക്രൂവിനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ഒരു ഫിഷ്മാൻ ആണ്. എനിക്ക് വൈറ്റ് ബിയർഡുമായിട്ട് അത്രയും നല്ലൊരു ബോണ്ട് ഉണ്ടാവാൻ കാരണം വൈറ്റ് ബിയർഡ് തന്നെയാണ്. ഞങ്ങളുടെ ഫിഷ്മാൻ ഐലാൻഡ് അത് ഇത്രയും പീസ്ഫുൾ ആയിട്ടും കാംഫുൾ ആയിട്ടും ഇരിക്കുന്നതിന് ഏക കാരണക്കാരൻ അത് അദ്ദേഹമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ഐലാൻഡിലേക്ക് അവിടേക്ക് ഒരുപാട് സാധാരണ പൈററ്റ്സ് വന്നുകൊണ്ടേയിരുന്നു. അവരെ ഫോളോ ചെയ്ത് നേവി സോൾജിയേഴ്സും അവരവിടേക്ക് വരുന്നത് മാത്രമല്ല ഫിഷ്മാൻ, മർമെയ്ഡ്, അങ്ങനെ അവർക്ക് കിട്ടുന്നതെല്ലാം അവരവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി മറിച്ചു വിറ്റു. അങ്ങനെ ഞങ്ങൾ തീരാ ദുരിതത്തിലിരിക്കുമ്പോഴാണ് വൈറ്റ് ബിയർഡ് ഞങ്ങളുടെ ഐലാൻഡിലേക്ക് വന്നത്. അദ്ദേഹത്തെ പേടിച്ച് പിന്നെ ഐലാൻഡിലേക്ക് ആരും വന്നിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ഐലാൻഡുകളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു കാരണവശാലും വൈറ്റ് ബിയർഡിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് ഐലാൻഡുകളിലുള്ളവര് അവര് പ്രതിസന്ധിയിലായി പോവും. എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ഈ വാറ് അത് ഞാൻ തടഞ്ഞ് നിന്നെ ഞാൻ സേവ് ചെയ്യും. അതിനെന്തെങ്കിലും ഒരു വഴി അത് തുറന്നു കിട്ടാതിരിക്കില്ല എന്നാള് പറയും. എയ്സിന് അത് കേട്ട് ഒരുപാട് സമാധാനാവും. അപ്പോഴായിരിക്കും അവരുടെ തൊട്ട് മുൻപിലായി വേറൊരുത്തൻ. അത് മറ്റാരുമല്ല, സാക്ഷാൽ ക്രൊക്കഡൈല്. അവനിപ്പോ എയ്സിനെയും ആ ജയന്റിനെയും നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ചുറ്റുമുള്ള സെല്ലുകളില് ആ ക്രിമിനൽസ് ആണെങ്കിൽ വൈറ്റ് ബിയർഡിനെ കൊല്ലണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുകയാണ്. ഉടനെ ക്രൊക്കഡൈല് പറയും, ഈ ലോകത്ത് വലിയ വലിയ വമ്പന്മാര് അവര് പോലും തോറ്റുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കോൾഡ് ഡി റോജറിനെയും വൈറ്റ് ബിയർഡിനെയും അവർ രണ്ടുപേരും ഒരുമിച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ബഗ്ഗിയും നമ്പർ 3യും അവർ രണ്ടുപേരും നിലവിളിച്ച് താഴേക്ക് വീഴുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.